ഓഗസ്റ്റ് 6 മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാളാണ്. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിൽ ആണെന്നുള്ള തത്വം സ്ലീഹന്മാരെ ബോധ്യപ്പെടുത്താൻ മിശിഹ തൻ്റെ ദൗർബല്യത്തിൻ്റെ നിദാനമായ തിരശ്ശീല സ്വല്പനേരത്തേക്ക് മാറ്റിവെച്ചു. തൻ്റെ കുരിശുമരണത്തിൻ്റെ 1 വർഷം മുൻപ് ഗലീലയിൽ താബോർ മലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മുഖഭാവം മാറി എന്നാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് ഈശോയോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശോഭയേറിയൊരു മേഘം വന്നവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഈ സംഭവമാണ് രൂപാന്തരീകരണ തിരുനാളിന് പിന്നിലുള്ളത്. പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാസും പ്രത്യക്ഷപ്പെട്ടു. അവർ കർത്താവിൻ്റെ കുരിശുമരണത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് ലൂക്കാസ് സുവിശേഷം എടുത്തു പറയുന്നുണ്ട്. ഈ കാഴ്ച ഈശോയുടെ 3 സ്ലീഹന്മാർക്ക്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും, സ്വർഗത്തിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരമായി. അതവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തു. 4-ാം ശതാബ്ദം മുതൽ ഈശോയുടെ മറുരൂപ പെരുന്നാൾ അഥവാ രൂപാന്തരീകരണ പെരുന്നാൾ തിരുസഭയിൽ ആഘോഷിക്കാൻ തുടങ്ങി. പൗരസ്ത്യ സഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അർമേനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി 6 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. തിരുനാൾ 3 ദിവസമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. 1956 കലിസ്ത തൃതീയൻ പാപ്പയാണ് ഈ തിരുനാൾ സാർവത്രികമാക്കിയത്. ഭൂമിയിലുള്ളതിനെപ്പറ്റി എന്നതിനേക്കാൾ ഉപരി ഉന്നതങ്ങൾ ഉള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിലെ എല്ലാ ക്ലേശങ്ങൾക്കുമപ്പുറം ഒരു സ്വർഗീയ മഹത്വം നമ്മെയും കാത്തിരിക്കുന്നു.